ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. പുല്ല് ഞാൻ ഡെയിലി ടീച്ചറിനെ ആലോചിച്ച് എത്ര വിട്ടിട്ടുണ്ടെന്നറിയാം. ഇത് ഇയാൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ രസം എന്താ വെച്ചാൽ പിന്നെ ഫെമിനിസ്റ്റുകൾ ഇപ്പോൾ ഈ നമ്മളിത് പറഞ്ഞല്ലോ, ഇപ്പോൾ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ സ്ത്രീയുടെ സൗന്ദര്യം വസ്ത്രധാരണത്തിലൊക്കെ ഉള്ള സെക്ഷലായിട്ടുള്ള അപ്പീലിംഗ് അട്രാക്റ്റീവ്നെസ് പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷലി അറൗസൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ ലോകത്തൊക്കെ ഒരുപാട് പഠനങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ പിന്നെ സ്ത്രീകൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഫെമിനിസ്റ്റുകൾ മുഴുവൻ വന്ന് പറയുകയാണെന്ത് അങ്ങനെ തോന്നൂല, അതിനെ ഭയങ്കരമായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവരുടെ നിങ്ങളെ പ്രാകൃത ചിന്തയാണ്, അല്ലാതെ നോർമൽ പുരുഷന്മാർക്കൊന്നും അത് തോന്നൂല എന്നാണ് ഇവരുടെ ഭയങ്കരമായ വാദം. അപ്പോൾ പിന്നെ അപ്പോൾ UA ടീമിൽ നിന്ന് എന്ത് ചെയ്തെന്നാൽ ഓക്കെ നമുക്കൊരു നുണ പരിശോധന നടത്താം എന്ന് പറഞ്ഞു. കാരണം സ്ത്രീകളാണ് കൂടുതലും വന്നത്, ഇടയ്ക്ക് ചില പുരുഷന്മാരും വന്നു. അപ്പോൾ എന്നാൽ ഓക്കെ പുരുഷന്മാർ വരട്ടെ, അവർക്ക് ഇങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അവർ പറയട്ടെ, നമുക്കൊരു ലൈ ഡിറ്റക്ടർ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് വന്ന ഏറ്റവും ധൈര്യമുള്ള ഒരുത്തനാണ് മറ്റെന്താ ഷിജിൻ റോയ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ പിന്നെ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മളെങ്ങനെ അങ്ങനെ പറഞ്ഞു, ആരാണ് അങ്ങനെ തോന്നൂല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ വീഡിയോ വരുന്നത്. അപ്പോൾ അയാളുടെ തന്നെ മുമ്പുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ പിന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് സ്വന്തം ടീച്ചറെ ആലോചിച്ചിട്ടോ നോക്കിയിട്ടോ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെയിലി മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത് പിന്നെ ഈ രൂപത്തിലുള്ള ആളുകളെക്കുറിച്ചാണ്, പുരുഷന്മാരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒന്നും തോന്നൂല എന്നുള്ളത്. എത്ര ഫെമിനിസ്റ്റുകളാണ് ഇതിന് റിയാക്ട് ചെയ്തത്. ഇതാണ് പുരുഷൻ. അപ്പോൾ ഇതൊരു ജെൻറ്റിൽമാൻ ബിഹേവിയർ അല്ല കേട്ടോ. ഒരു ജെൻറ്റിൽമാൻ ബിഹേവിയർ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായാലും അതൊരു പാസിങ് തോട്ടായിട്ടാണ് കാണുക. അത് നമ്മളതൊന്നും പ്രകടിപ്പിക്കില്ല, എന്തെങ്കിലും തോന്നിയാൽ അത് എവിടെയെങ്കിലും പോയി പറയില്ല. ഇതൊക്കെ ഒരു ജെൻറ്റിൽമാൻ ബിഹേവിയറാണ്. നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നാമതായി സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ വയലൻസ് നിയന്ത്രിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് എന്ത് വേണം, ഒന്നാമതായിട്ട് പുരുഷൻ സ്വയം നിയന്ത്രിക്കണം, രണ്ടാമത് സ്ത്രീയും സ്വയം നിയന്ത്രിക്കണം. സ്ത്രീ സ്വയം നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വസ്ത്രത്തിലും നിയന്ത്രണം വേണം. കാരണം ശരീരത്തിൻ്റെ സൗന്ദര്യം പുറത്ത് കാണിക്കാത്ത രൂപത്തിൽ അത് പുരുഷനെ സെക്ഷലി ട്രിഗർ ചെയ്യും. ഇത് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്, ഇത് തന്നെയാണ് പഠനങ്ങൾ മുഴുവൻ പറയുന്നത്. അതില്ല എന്ന് പറഞ്ഞ് വരുന്ന മറ്റേ ചേച്ചിപ്പെണ്ണെ നീ തീയാവുക, പിന്നെന്താ നിൻ്റെ 7 ചുവപ്പൻ ദിനങ്ങൾ എനിക്ക് തരിക എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറേ പിന്നെ പുരുഷ ഫെമിനിസ്റ്റുകളുണ്ടാകും. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ആ ആളുകൾ പെട്ട ഒരാളാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇയാളുടെ നമ്മൾ ലൈ ഡിറ്റക്ടർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ റെഡി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് റെഡി ആണെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞ് വന്ന് ഇയാളെ വീഡിയോൻ്റെ താഴെ നമുക്ക് റിയാക്ട് ചെയ്ത പ്രശസ്തരായ ഈ ഇൻസ്റ്റാഗ്രാം ഫെമിനിസ്റ്റുകൾ ഇതിൻ്റെ അടിയിൽ വന്ന് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യണ്. ഇയാളെ വീഡിയോൻ്റെ താഴെ വന്ന് സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ആള് ഒരു പുരുഷ കേസരിയാണ് ഈ പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ സെക്ഷലി ഡ്രസ്സ് ചെയ്തിട്ടല്ലല്ലോ ക്ലാസ്സിൽ വരിക. പുരുഷന് ഒരു പെണ്ണിൻ്റെ കെറിവ് കണ്ടാൽ മതി, ആ ഒരു കെറിവ് തന്നെ പുരുഷൻ്റെ ഉള്ളിൽ ട്രിഗർ ചെയ്യും. അപ്പോൾ പുരുഷൻ സ്വയം നിയന്ത്രിക്കുന്നവനാണ്. ഇനി അവൻ എന്തെങ്കിലും പാസിംഗ് തോട്ട് വന്നാൽ തന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക. അവിടെ ഒരു ജെന്റിൽമാൻ ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു സ്വയം കൺട്രോൾ നിർത്താന്നുള്ള അതാണ് ആദ്യം വേണ്ടത്. ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് വന്ന് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൽ പറയുന്നത് ഇദ്ദേഹത്തെ പഠിപ്പിച്ച പിന്നെ അധ്യാപികമാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു തെളിവ്, ഒരു ഫാക്റ്റ് പറഞ്ഞതാണ്. പക്ഷെ അതിനോട് പോലും ട്രിഗേർഡായി, അത് കേട്ടിട്ട് ഭയങ്കര ഒഫൻഡഡായി പല ഫെമിനിസ്റ്റുകളും ആ യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, കാര്യം ഇങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ എപ്പോഴും ഇതിലുള്ളൊരു പാറ്റേൺ എന്താണെന്നറിയോ, നമ്മൾ പിന്നെ പുരുഷൻ ഇങ്ങനെയുള്ള തോട്ട് ഉണ്ടാവും, അത് അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കാനും കഴിയൂല. അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ ഇത്തരത്തിലുള്ള പിന്നെ ശരീര സൗന്ദര്യം കാണുമ്പോൾ പുരുഷന് സെക്ഷുവലി ട്രിഗർ ആവും എന്നൊക്കെ നമ്മൾ പഠനങ്ങൾ ഉദ്ധരിച്ച് നിരന്തരം പറയുമ്പോൾ എപ്പോഴും ഇതില്ല എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വരുന്നതും സ്ത്രീകളായിരിക്കും. ഇല്ല അങ്ങനെ എങ്ങനെ തോന്നും, ഞങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം. ഇപ്പോൾ തിരുവനന്തപുരം CETയിൽ സംഭവിച്ചാൽ നമുക്കറിയാം. പിന്നെ അവിടെ പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് പിന്നെ അശ്ലീലമായ രൂപത്തിലെല്ലാം അവിടുത്തെ ഒരു ബിഹേവിയർ, ഒരു സോഷ്യൽ ബിഹേവിയർ പോയപ്പോൾ അവിടെ നാട്ടുകാർ ഇടപെട്ട്, അപ്പോൾ പിന്നെ അവിടെ എന്തോ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിനുള്ള ചെറിയ ഇതൊന്ന്, അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് മടിയിലിരുന്നിട്ടാണ്.
അപ്പോൾ അവിടെയൊക്കെ ചാനലുകാർ വരുമ്പോൾ സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പെൺകുട്ടികളാണ് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ എന്താ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഈ തോളിങ്ങനെ പൊന്തു പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്നൊക്കെ. അപ്പോൾ ഇത് പക്ഷെ ഒരു ആണ് പറയില്ല. ഒരാണ് ഇപ്പം ഈ നമ്മളുടെ ഈ 24 ചർച്ച വന്നപ്പോൾ തന്നെ എത്ര ഫീമെയിൽ ഐഡീസ് എന്നാണ് റിയാക്ഷൻസ് വരുന്നത്. അവിടെ തന്നെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ, എന്റെ രണ്ട് സൈഡിൽ അപ്പൊ പോലും ആൺകുട്ടികൾ അവിടെ സപ്പോർട്ട് ചെയ്ത് എണീക്കണമൊന്നുമില്ല. അപ്പോൾ ഇതൊരാണ് പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ആണിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ അവൻ നുണ പറയണം, അല്ലെങ്കിൽ അവൻ അസെക്ഷൽ ആവണം. ഇത് രണ്ടും അല്ലാതെ ആണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊരു കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ നമുക്കത് പരിശോധിക്കാം. അപ്പോഴാണ് ഈ മാന്യദേഹം അത് വന്ന് പറയണത്. അദ്ദേഹത്തിന് മുമ്പത്തെ വീഡിയോകൾ കണ്ട് ഇദ്ദേഹത്തിൻ്റെ താഴെ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്തത് എത്ര ലജ്ജാകരമാണ്. അതൊക്കെ ഇയാളാണല്ലോ സപ്പോർട്ട് ചെയ്യണത്. അതുപോലെ സ്ത്രീ ഫെമിനിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ പുരുഷന്മാർ ഇനിയിപ്പോൾ ഇങ്ങനെ സെക്ഷൽ തോട്ട്സ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും, നിങ്ങളുടെ ഏറ്റവും ഫ്രണ്ട് സർക്കിളിലുള്ള, നിങ്ങളുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ള ആളുകളാണെങ്കിലും, അവരൊരിക്കലും സെക്ഷൽ തോട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ പോലും തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എനിക്ക് നേരെ സെക്ഷൽ തോട്ട്സ് വരുന്നുണ്ടോ എന്നൊരിക്കലും തുറന്ന് പറയില്ലല്ലോ ഒരു പുരുഷൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ചോദ്യമായിരിക്കും അത്. കാരണം അവൻ്റെ ഉള്ളിൽ അത് പാസിംഗ് തോട്ടായിട്ട് വരും. എന്ന് കരുതി പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിനക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പുരുഷനോട് നോർമലി ഒരു പുരുഷനും എനിക്ക് അങ്ങനെ തോന്നിയാൽ പോലും തോന്നുന്നുണ്ടെന്ന് പറയില്ല. അപ്പൊ നമുക്ക് പിന്നെ അതിൽ എന്താണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക പുരുഷന്മാർക്ക് ഈ നഗ്നത കണ്ടാൽ ഇങ്ങനെ സെക്ഷൽ ട്രിഗേഴ്സ് ഉണ്ടാകും എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനാണ് നമ്മൾ പഠനങ്ങൾ ഉദ്ധരിച്ചത്. അപ്പോൾ ആ പഠനങ്ങളെ പോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകളിൽ നിന്ന് കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. നമ്മൾ ഈ പഠനങ്ങൾ വെച്ചിട്ട്, ശാസ്ത്രീയ പഠനങ്ങൾ, അതേപോലെ സർവേകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലും കണ്ടെത്തലുകളിലും ഉപസംഹാരങ്ങളിലേക്ക് എത്തുന്നത്. അതിനെ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയോളജിയോട് ഈ പഠനങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെ അന്ധമായി നിഷേധിക്കലല്ല വേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിഷയമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.